മോർണിംഗ്. നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മുടെ PPT നോക്കുക. സ്ലൈഡ് എല്ലാവർക്കും വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ അതിന്റെ തേർഡ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് നമ്മുടെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഏതൊക്കെ രീതിയിലുള്ളതാണുള്ളത്, നമ്മുടെ ടീച്ചിങ് എയ്ഡ്സ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ പാർട്ടിനകത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ മാത്രമല്ല മറ്റ് താഴേക്കുള്ള ലെവലുകളിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങുകൾ ഏതൊക്കെയാണ്, അതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഈ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന രീതികൾ. അതായത് ചിലപ്പം ലെക്ചർ മെത്തേഡ് ആയിരിക്കാം. ഇപ്പൊ ടീച്ചർ നിന്നിങ്ങനെ ക്ലാസ് ഒരു 1-2 മണിക്കൂർ ടീച്ചർ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലാകാം. അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ മെത്തേഡ് ആകാം. ഇപ്പം കുട്ടികൾ ഒരു കാര്യം, ഒരു ടോപ്പിക് കൊടുക്കുന്നു, കുട്ടികളെ ഡിസ്കസ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഡിസ്കഷൻ മെത്തേഡിൽ ക്ലാസ്സുകൾ നടത്താറുണ്ട്. അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻസ് നടത്താറുണ്ട്. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് കുട്ടികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഡെമോ ക്ലാസ്സുകൾ നടക്കാറുണ്ട്. അപ്പൊ പല മെത്തേഡ്സ് ആണ് ഒരു നോളജിനെ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ്ങിൽ നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ പൊതുവെ ഈ മെത്തേഡ്സിനെല്ലാം നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സും ലേണർ സെന്റേർഡ് മെത്തേഡ്സും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ്, എന്താണ് സ്റ്റുഡന്റ് സെന്റേർഡ് മെത്തേഡ്, അതുപോലെ ഇതിനുള്ളിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, എക്സാമിന് ചോദിക്കാറുള്ളത്. ഈ ടീച്ചർ സെന്റേർഡ് എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടീച്ചേഴ്സ് ആയിരിക്കും ഈ ലേണിംഗ് പ്രോസസ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് അവിടുത്തെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ടീച്ചർ ആയിരിക്കും. കുട്ടികൾ ഒരു പാസീവ് ലിസണേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാസീവ്ലി റിസീവിങ് ഇൻഫർമേഷൻ, അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഒരു ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ് ആണെന്ന് പറയാം. ടീച്ചർ ഇങ്ങനെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, കുട്ടികൾ പാസീവായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് അവർ ചിലപ്പോൾ നോട്ട്സ് എഴുതുന്നുണ്ടാകാം, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് ലെക്ചർ നോട്ട്സ് എഴുതുന്നുണ്ടാകും. അപ്പൊ ഈ കേട്ടുകൊണ്ട് പാസീവ് ലിസണേഴ്സ് ആയിട്ട് മാത്രം ഇരിക്കുകയും പാസീവ്ലി ഇൻഫർമേഷൻ റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കതിനെ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആണ് എന്ന് പറയാം. ഇൻ ദിസ് അപ്രോച്ച് സ്റ്റുഡൻസ് ആർ വ്യൂഡ് ആസ് എംപ്റ്റി വെസൽസ്. അപ്പൊ കുട്ടികൾ എന്ന് പറയുന്ന ഒരു എംപ്റ്റി വെസൽസ് പോലെയാണ്. ആ എംപ്റ്റി വെസലിലേക്ക് ടീച്ചർ ഇങ്ങനെ നോളജ് കുട്ടിക്ക് ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻസും ഫാക്റ്റും ഒക്കെ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടി അതിനെ ഒരു റിസീവർ ആയിട്ട് അതിനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു എൻഡ് ഗോൾ എന്ന് പറയുന്നത് അവസാനം ഇതിനൊരു പരീക്ഷ ഉണ്ടാവും, ഒരു ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ഈ ടീച്ചിങ് സെന്റേർഡ് മെത്തേഡിനകത്ത് വരുന്നത്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു അതോറിറ്റി എന്ന് പറയുന്ന ഒരു റോളാണ് ടീച്ചർക്ക് അവിടെ ഉണ്ടാവുക. അവിടെ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത്, ലേണിംഗ് പ്രോസസ്സ് എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്, കുട്ടികൾക്കുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്, അസസ്മെന്റ് നടത്തുന്നത്, ആ ലേണിംഗ് എൻവയോൺമെന്റിനെ അല്ലെങ്കിൽ ആ ക്ലാസ് റൂമിനെ മുഴുവനായിട്ട് മാനേജ് ചെയ്യുന്നതും, ആ ക്ലാസ് റൂമിനെ ലേണിംഗ് ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ചെയ്യുന്നതും എല്ലാം ടീച്ചർ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ടീച്ചർ അവിടെ ഒരു അതോറിറ്റിയാണ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ റോളിലാണ് ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡിൽ നിൽക്കുക. ഇനി അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചർ ഒരു എക്സ്പേർട്ടാണ്, അല്ലെങ്കിൽ ടീച്ചർ ഇസ് ദ സെന്റർ ഓഫ് നോളജ് ആൻഡ് ഇൻ ചാർജ് ഓഫ് ലേണിംഗ്. ടീച്ചറാണ് നോളജിന്റെ സെന്റർ. കുട്ടികൾ പാസീവ്ലി ലിസൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ടീച്ചറാണ് ഈ ലേണിംഗ് പ്രോസസ്സിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു പാസീവ്ലി റിസീവിങ് ഇൻഫർമേഷൻ. ഇനി ഇൻസ്ട്രക്ടറുടെ റോൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഇൻഫർമേഷൻ ഗീവർ ആൻഡ് പ്രൈമറി ഇവാലുവേറ്റർ. ടീച്ചർ തന്നെയാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നതും ടീച്ചറാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ഇനി ടീച്ചേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ലെസൺ പ്ലാനുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സിനകത്ത് ടീച്ചർ മുന്നോട്ട് പോകുക. അതായത് കൃത്യമായിട്ട് എന്തൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഏത് രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്ന് എല്ലാം ഒരു ലെസൺ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട്, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ലെസൺ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ടീച്ചർ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ടീച്ചർ സെന്റേർഡ് ഇൻസ്ട്രക്ഷൻസ്
ഫെയർലി ലോടെക് ആണെന്ന് പറയാറുണ്ട്. അതായത് അധികം നമ്മുടെ ടെക്നിക്കൽ ഡിവൈസസ് ഉപയോഗിക്കാതെയൊക്കെയാണ് കൂടുതലും ടീച്ചർ സെന്റേർഡ് ഇൻസ്ട്രക്ഷൻ ഉള്ളതെന്ന് പറയാറുണ്ട്. പക്ഷെ അത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. കൂടുതലും അവർ ടെക്സ്റ്റ് ബുക്ക്, ബ്ലാക്ക് ബോർഡ്, വർക്ക് ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും റിലൈ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത രീതികളും ഉണ്ട്. ഇനി ഏതൊക്കെയാണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയാം? വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഒന്ന് ലെക്ചർ മെത്തേഡാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ടീച്ചർ ആയിരിക്കും അവിടെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു കൺവെൻഷണൽ മെത്തേഡാണ്. ടീച്ചർ അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലെയിൻ ഫാക്ട്, പ്രിൻസിപ്പിൾസ് ഓർ റിലേഷൻഷിപ്പ് ടു ഹെൽപ്പ് ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ്. കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ടീച്ചർ ഫാക്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പ്രിൻസിപ്പിൾസ് പറഞ്ഞു കൊടുക്കുന്നു, ലോസ് പഠിപ്പിക്കുന്നു, അതിന്റെ റിലേഷൻ, ഓരോ കോൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കുട്ടി ഇതെല്ലാം കേട്ടുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ ടീച്ചറാണ് അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. എല്ലാം പറഞ്ഞു കൊടുക്കുന്നതും കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ ടീച്ചറാണ്. ടീച്ചറാണ് അവിടുത്തെ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലെക്ചർ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾ ടീച്ചറോട് എന്താണ് ഒന്നും ചോദിക്കുകയോ അല്ലെങ്കിൽ ടീച്ചറോട് ഒന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യണമെന്നില്ല. കുട്ടി മിണ്ടാതിരുന്ന് കേൾക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പോകാറുണ്ട്. ടീച്ചറാണ് കൂടുതൽ സംസാരിക്കുക. ഈ കുട്ടി ആ സമയത്ത് ഇത് കേൾക്കുകയോ നോട്ട്സ് എഴുതുകയോ റൈറ്റ് ചെയ്യുകയോ ഒക്കെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ലെക്ചർ മെത്തേഡിന്റെ അവസാനം ടീച്ചർ കുട്ടിക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കൂ എന്ന് പറയുന്ന സമയത്ത് മാത്രമായിരിക്കും കുട്ടികൾ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുകയും അതിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഒരു ഡിസ്കഷൻ അതിന്റെ അവസാന പോയിന്റിലേക്കൊക്കെ ആയിരിക്കും വരുന്നത്. കൂടുതൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെ ആയിരിക്കും ലെക്ചർ മെത്തേഡ് മുന്നോട്ട് പോകുക. അതുകൊണ്ട് നമ്മളൊരു ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ടീച്ചറാണ് അവിടുത്തെ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുന്നത്. കുട്ടി പാസീവ് ആയിട്ടുള്ള ഒരു ലിസണറാണ്. ഇനി രണ്ടാമതായിട്ട് അപ്പൊ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ലെക്ചർ മെത്തേഡ് എന്ന് നമ്മുടെ മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ടീച്ചർ സെന്റേർഡ് ആണ്. ഇനി അതുപോലെ ടീച്ചർ സെന്റേർഡ് ആയിട്ട് വരുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ടീം ടീച്ചിങ് എന്ന് പറയാം. ടീം ടീച്ചിങ് ആ പേര് പറയുന്നത് പോലെ തന്നെ രണ്ടോ അതിലധികമോ ടീച്ചേഴ്സ് ചേർന്നുകൊണ്ട് ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് അവർ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ടീം ടീച്ചിങ് എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലേണിംഗ് പ്രോസസ്സിലെ എല്ലാ കാര്യങ്ങളും, സിലബസ് പ്രിപ്പയർ ചെയ്യുന്നത്, ലെസൺ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഇതിലെല്ലാം ഈ പ്രോസസ്സിലെല്ലാം ഒരു ടീച്ചേഴ്സിന്റെ ഒരു ടീമായിട്ടാണ് ഇവര് എൻഗേജ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ടീം ടീച്ചിങ് എന്ന് പറയുന്നു. അതും ഒരു ടീച്ചർ സെന്റേർഡ് മെത്തേഡാണ്. ഇറ്റ് ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ടേഴ്സ് വർക്കിംഗ് പർപ്പസ്ഫുള്ളി, regularly and cooperatively to help a group of students of any age learn. ഏത് പ്രായത്തിൽപ്പെട്ട കുട്ടികളെയാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഒന്നിച്ചു നിന്ന് ഒന്നിച്ചൊരു ഗോള് സെറ്റ് ചെയ്ത് അവരൊരു സിലബസ് പ്രിപ്പയർ ചെയ്ത്, പക്ഷെ അവരുടെ ലെസൺ പ്ലാൻസ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലെസൺ പ്ലാൻസ് ആയിരിക്കും അവർ പ്രിപ്പയർ ചെയ്യുന്നത്, പഠിപ്പിക്കുന്നതും അങ്ങനെയായിരിക്കും. പക്ഷെ ഈ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നതും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ടാണെങ്കിൽ നമുക്ക് അതിനെ ടീം ടീച്ചിങ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇനി TV അല്ലെങ്കിൽ വീഡിയോ പ്രസന്റേഷൻ, അത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ടീച്ചർ സെന്റേർഡ് മെത്തേഡായിട്ട് പറയാറുണ്ട്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളിലേക്ക് ഇപ്പൊ നമ്മളൊരു വീഡിയോ പ്രസന്റേഷൻ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഓഡിയോ പ്രസന്റേഷൻ കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ അത് ആ സ്ക്രീനിങ്ങിന്റെ സമയത്തെല്ലാം അത് ടീച്ചറാണ് കുട്ടിയെ ഏത് വീഡിയോ കാണിച്ചു കൊടുക്കണം, ഏത് ഓഡിയോ കാണിക്കണം, എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കേണ്ടത്, ഇങ്ങനെയുള്ളതെല്ലാം തീരുമാനിക്കുന്ന ടീച്ചറായിരിക്കും. അപ്പൊ അതും ഒരു ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ പ്രസന്റേഷന്റെ അവസാനം ഒരു ഡിസ്കഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ടാസ്ക് ഉണ്ടാവും, നിങ്ങൾ ഈ വീഡിയോയിൽ എന്ത് കണ്ടു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഒരു ടാസ്ക് ഉണ്ടാവും. അപ്പൊ അതും ടീച്ചർ ഡയറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ടീച്ചർ സെന്റേർഡ് മെത്തേഡായിട്ട് പറയാറുണ്ട്. ഇനി ട്യൂട്ടോറിയലാണ്. ട്യൂട്ടോറിയലിനകത്ത് വരുന്നത് കുട്ടികളെ അവരുടെ സ്ട്രെങ്തിന്റെയും വീക്ക്നെസിന്റെയും ബേസിസിലെ പല പല ഗ്രൂപ്പുകളായിട്ട് കുട്ടികളെ തരംതിരിക്കുകയാണ് ചെയ്യുക. ഓരോ ഗ്രൂപ്പിനും ഓരോ ടീച്ചർ ഉണ്ടാവും. അപ്പോൾ അതായത് ഒരു സിമിലർ ഡിഫിക്കൽട്ടീസ് ഉള്ളപ്പം ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരേ സ്ട്രെങ്ത് ഉള്ള കുട്ടികൾ, ഒരേ വീക്ക്നെസ് ഉള്ള കുട്ടികൾ, അങ്ങനെ സിമിലർ ഡിഫിക്കൽട്ടീസ് ഉള്ള ആളുകളെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും ടീച്ചർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ട്യൂട്ടോറിയൽ എന്ന് പറയാം. സ്റ്റുഡൻസ് വിത്ത് സിമിലർ എബിലിറ്റീസ് ആൻഡ് ചലഞ്ചസ് ഷുഡ് ബി ഇൻ ദി സെയിം ഗ്രൂപ്പ്. ഒരു വലിയൊരു ക്ലാസ്സിനെ ടീച്ചറിൽ നിന്ന് അഡ്രസ് ചെയ്യുന്നതിനേക്കാളും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് മാറ്റിയിട്ട് അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുകയാണ് ചെയ്യുക. അതും ഒരു ടീച്ചർ സെന്റേർഡ് മെത്തേഡാണ്. ഇനി ലെക്ചർ കം ഡെമോൺസ്ട്രേഷനകത്ത് നമുക്കറിയാം ടീച്ചർ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് കുട്ടിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്.
അവിടെയും ടീച്ചറിനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. ടീച്ചറാണ് അതിനെ ലീഡ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും എല്ലാം ടീച്ചറാണ്. അപ്പൊ അതുകൊണ്ടും ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ടീച്ചർ കുട്ടിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അത് ടീച്ചർ സെന്റേർഡ് മെത്തേഡായിട്ട് നമുക്ക് പറയാം. ഇനി ഒരു ലേണർ സെന്റേർഡ് മെത്തേഡിലേക്ക് വരുമ്പോൾ, ലേണർ സെന്റേർഡ് മെത്തേഡ്സ് ഒരു 19th സെഞ്ചുറിയിലൊക്കെയാണ് എമർജ് ചെയ്തതെന്ന് പറയുന്നു. അതായത് കുട്ടികള് ഈ പറയുന്ന നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് മേടിച്ച് അങ്ങനെ പോയാൽ പോരാ, കുട്ടികൾ തന്നെ ഒരു ആക്റ്റീവ് റോൾ എടുത്തുകൊണ്ട് നോളജിനെ കൺസ്ട്രക്ട് ചെയ്യുന്നവരായിട്ട് മാറണം എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നപ്പോഴാണ് ലേണർ സെന്റേർഡ് മെത്തേഡ്സ് എമർജ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതൊരു ഡൈനമിക് പ്രോസസ് ആണ്. ലേണേഴ്സ് ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുകയും റിഫ്ലക്ട് ചെയ്യുകയും അവർ ചിന്തിക്കുകയാണ്. കുട്ടികൾ ടീച്ചർ പറയുന്ന ഇൻഫർമേഷൻസിനെ മുഴുവൻ ഇങ്ങനെ കാണാതെ പഠിച്ചിരിക്കുകയല്ല, അവർ ആ നോളജിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ക്രിട്ടിക്കലി അവരതിനെ അനലൈസ് ചെയ്യുകയും അവർ ചോദ്യങ്ങൾ ചോദിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ഡിബേറ്റ് ചെയ്യുകയും അവർ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയും അവർ തന്നെ നോളജിനെ, അറിവിനെ നിർമ്മിക്കുകയാണ് കുട്ടികൾ. ദേ കൺസ്ട്രക്ട് നോളജ്. അപ്പൊ അങ്ങനെ വരുന്ന മെത്തേഡ്സിനെ നമ്മൾ ലേണർ സെന്റേർഡ് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ടീച്ചർക്കല്ല, വിദ്യാർത്ഥിക്കാണ്. സ്റ്റുഡന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സ്റ്റുഡന്റിനെ ഒരു ആക്റ്റീവ് റോളുള്ള മെത്തേഡ്സിനെയാണ് നമ്മൾ ലേണർ സെന്റേർഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ആക്റ്റീവ് മാനിപ്പുലേഷൻ, കൺസ്ട്രക്ഷൻ, റിഫ്ലക്ഷൻ, ഇന്റൻഷനാലിറ്റി, കോംപ്ലക്സിറ്റി, കോണ്ടെക്സ്ച്വലൈസേഷൻ, കൊളാബറേഷൻ ആൻഡ് കോൺവെർസേഷൻ ടു ഫോസ്റ്റർ മീനിങ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഈ വാക്കുകളൊക്കെ ചിലപ്പോൾ ചോദ്യത്തിനകത്ത് വരാൻ സാധ്യതയുണ്ട്. കൊളാബറേഷൻ കൂടുതൽ നടക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് മെത്തേഡിലാണ്, അല്ലെങ്കിൽ കുട്ടി നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് മെത്തേഡിലാണ്, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നത് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ കോണ്ടെക്സ്ച്വലൈസേഷൻ വരുന്നത് ഏതിലാണ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇനി ഈ ലേണർ സെന്റേർഡ് മെത്തേഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? In learner-centered instruction, the focus shifts from the teacher as the center of knowledge to the learner. ടീച്ചർ അല്ല അവിടുത്തെ സെന്റർ ഓഫ് നോളജ്, മറിച്ച് ലേണർ ആണ് അവിടുത്തെ സെൻട്രൽ ഫിഗർ എന്ന് പറയുന്നത്. ഇനി പാസീവായിട്ട് ഇൻഫർമേഷൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ വിവരങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുക എന്നുള്ളതിനേക്കാളും കുട്ടി അതിൽ ആക്റ്റീവായിട്ട് ഈ ലേണിംഗ് പ്രോസസ്സിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അവിടെ ടീച്ചറുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഗൈഡ് ആണ്. അതായത് ടീച്ചർ ഒരു ഡിബേറ്റിനുള്ള ഒരു ടോപ്പിക് കൊടുക്കത്തേ ഉണ്ടായിരിക്കുള്ളൂ. ടീച്ചറാണ് അതിനെ ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ മോഡറേറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം കുട്ടികളാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ്ങിൽ എങ്ങനെ ഒരു പ്രോബ്ലത്തിനെ കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ പോകാം എന്ന് ടീച്ചർ ഗൈഡ് ചെയ്യുകയേ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ കുട്ടി തന്നെ കണ്ടുപിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുക. കുട്ടിക്ക് ഈ ലേണിംഗ് പ്രോസസ്സിനിടയിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കുട്ടിക്ക് ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുക, കുട്ടിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഗൈഡിന്റെ അല്ലെങ്കിൽ ഒരു സ്കഫോൾഡറിന്റെ റോളാണ് ടീച്ചർ അവിടെ ചെയ്യുക. ഇനി ലേണർ സെന്റേർഡ് അപ്രോച്ചസ് കൊളാബറേറ്റീവ് ലേണിങ്ങിനെ എംഫസൈസ് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അതായത് കുട്ടികൾ ടീച്ചറിൽ നിന്ന് മാത്രമല്ല പഠിക്കുന്നത്, കൂടെയുള്ള സഹപാഠികളിൽ നിന്ന്, അവരിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, കൂട്ടത്തിലുള്ള പിയർ ഗ്രൂപ്പുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവർ അങ്ങനെ നോളജിനെ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ഇനി ടെക്നോളജി, ലേണർ സെന്റേർഡ് ഇൻസ്ട്രക്ഷനകത്ത് ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞു ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആകുമ്പോൾ കൂടുതലും കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ടെക്നോളജി കൂടുതൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളത് ലേണർ സെന്റേർഡ് ഇൻസ്ട്രക്ഷനിലാണ്. ഇനി അസസ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും എന്താണ് ഫോർമേറ്റീവ്, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളത്. ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് ലേണർ സെന്റേർഡ് ഇൻസ്ട്രക്ഷനകത്ത് ഫോർമേറ്റീവും ഉണ്ട്, സമ്മേറ്റീവും ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോഴ്സിന്റെ അവസാനം നമ്മൾ നടത്തുന്ന ഒരു എക്സാം. ഇപ്പൊ നമ്മുടെ SSLC എക്സാം ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ ഒരു കോഴ്സിന്റെ അവസാനം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഴ്സ് തീരാറാകുമ്പോഴത്തേക്കും നമ്മൾ നടത്തുന്ന ഒരു പരീക്ഷയാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയാം. ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ എക്സാമുകൾ, ഇപ്പൊ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ, സ്കൂളുകളിലാണെങ്കിൽ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും, അല്ലെങ്കിൽ ഈ കോഴ്സ് തീരുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ പല പല എക്സാമുകൾ നടത്തും. അതിനെ നമുക്കൊരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ തരുന്നു, നിങ്ങൾ അത് ആൻസർ ചെയ്യുന്നു. അതൊരു ഫോർമേറ്റീവ് ഇവാലുവേഷന്റെ ഭാഗമാണ്. ആ പ്രോസസ്സിനോടൊപ്പം തന്നെ ഒരു ഇവാലുവേഷനും കൂടി പോവാണ്.
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചർ സെന്റേർഡ് മെത്തേഡിനകത്ത് നമ്മൾ എപ്പോഴും അവസാനമായിരിക്കും സമ്മേറ്റീവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് നടത്തുക. ലേണർ സെന്റേർഡ് ഇൻസ്ട്രക്ഷനകത്ത് ബോത്ത് ഫോർമേറ്റീവും സമ്മേറ്റീവും ആയിട്ടുള്ള ഇവാലുവേഷൻസ് നടത്താറുണ്ട്. കാരണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പ്രോസസ്സിനെ നമ്മൾ കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ഇനി അത് ശരിയായിട്ടില്ല, ഇത് കുറച്ചുകൂടി ശരിയാക്കാനുണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് പോകേണ്ടത്, നമ്മളൊരു ഗൈഡ് ചെയ്യാണല്ലോ. അപ്പൊ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പൊ അതിന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അവിടെ വരുന്നുണ്ട്. ഇനി ലേണർ സെന്റേർഡ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഡിസ്കഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതിനകത്തൊന്നും അങ്ങനെ കാണാതെ പഠിച്ചിട്ടൊന്നും പോകേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. കാരണം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേമുകളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പം ഡിസ്കഷൻ എന്താണ്, ഡിബേറ്റ് എന്താണ്, ലെക്ചർ എന്താണെന്നെല്ലാം നമുക്കറിയാം. നമുക്ക് പുതിയതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇതിൽ ഏതൊക്കെയാണ് ലേണർ സെന്റേർഡ് മെത്തേഡ്സ്, ഏതൊക്കെയാണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ്സ്, എന്താണ് ഈ ടീച്ചർ സെന്റേർഡ്, എന്താണ് ഈ ലേണർ സെന്റേർഡ്, ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കി വെക്കുന്നത്. ഇനി ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം അത് ടീച്ചർ സെന്റേർഡ് അല്ല, ലേണർ സെന്റേർഡ് ആണ്. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് ടീച്ചർ ഒരു ടോപ്പിക് കൊടുത്തിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. അപ്പൊ കുട്ടികൾ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുക? അവർക്ക് അറിയാവുന്ന കാര്യം, ഇപ്പൊ ഒരു ടോപ്പിക് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൊടുത്തു, അവർക്ക് എന്തൊക്കെ അറിയാം, ഇനി അതിനെക്കുറിച്ചുള്ള വാർത്തകൾ, ന്യൂസ് അവർ കേട്ടിട്ടുണ്ടാവും, അതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം വാട്ട് ദേ ഓൾറെഡി നോ, അതും അത് വെച്ചിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഐഡിയാസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പോൾ കുറച്ചുകൂടി ഇപ്പൊ ഒരാളുടെ അഭിപ്രായം, ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, അടുത്തിരിക്കുന്നയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞു. ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെന്റ്, സോ ദെയർ ഒപ്പീനിയൻസ് ഓൾസോ ഡിഫർ അല്ലെ. അപ്പൊ അവരുടെ നമ്മുടെ അഭിപ്രായങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി, ഓക്കെ ഇങ്ങനെയും ആളുകൾ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് വേറൊരു പെർസെപ്ഷൻ മനസ്സിലാകുന്നു. അപ്പൊ അങ്ങനെയും കുട്ടിക്ക് കുറെ നോളജ് കിട്ടുന്നു. ഓക്കെ ഞാൻ വിചാരിക്കുന്ന പോലെ മാത്രമല്ല, അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ പല ആളുകളുടെ പെർസെപ്ഷൻസും പല ആളുകളുടെ വ്യൂ പോയിന്റ്സ് ഒക്കെ കുട്ടിക്ക് മനസ്സിലാകാണ്. അപ്പൊ അവിടെ ഒരു നോളജ് കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ലേണർ സെന്റേർഡ് ആയിട്ടുള്ള മെത്തേഡ് ആണെന്ന് പറയാം. ഇനി പാനൽ ഡിസ്കഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് ഉണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തില് എക്സ്പേർട്ടുകളായിട്ടുള്ള, അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിവും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ഒന്നോ രണ്ടോ ഒരു മൂന്നാല് പേര് ഒന്നിച്ചൊരു പാനലായിട്ടിരിക്കുന്നു. അവര് ഒരു വിഷയത്തിന്റെ പല ഡയമെൻഷനുകളെ കുറിച്ച് അവര് സംസാരിക്കുന്നു. അപ്പോൾ ഈ ലേണേഴ്സിന് ഇതിനകത്ത് പല പേഴ്സ്പെക്റ്റീവ്സ് കേൾക്കാൻ പറ്റുന്നു. അതുപോലെ കുറച്ചും കൂടി ഈ സബ്ജക്റ്റിനെ അവർക്ക് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. പല ഡിഫറെന്റ് ആംഗിൾസ് ആണ്. ഒരു പാനലിൽ ഇരിക്കുന്ന പല ആളുകൾ പല പല ഡയമെൻഷനിലായിരിക്കും അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ലേണറിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി അവർക്ക് കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടാണ്. ഓക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ആംഗിളിലൊക്കെ നമുക്ക് ഈ വിഷയത്തിനെ കാണാൻ പറ്റും എന്ന് പറയുന്ന ഒരു എക്സ്പോഷർ കിട്ടുകയാണ്. അപ്പം അതും ഒരു ലേണർ സെന്റേർഡ് മെത്തേഡ് ആയിട്ടാണ് പറയുന്നത്. ഇനി ഡിബേറ്റ് നമുക്കറിയാം, യൂഷ്വലി എന്തെങ്കിലും തരത്തിൽ കോൺട്രവേഴ്ഷ്യൽ ആയ, അല്ലെങ്കിൽ നമുക്ക് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് പറയാൻ പറ്റുന്ന വിഷയങ്ങളാണ് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിബേറ്റിനായിട്ട് ചൂസ് ചെയ്യുക. അപ്പൊ അതിനകത്ത് നമ്മൾ ആർഗ്യുമെന്റ്സ് ഫോം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കുട്ടികളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് നിങ്ങൾ ഒരു വിഷയം കൊടുക്കുന്നു, അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ അതിനെ അനുകൂലിച്ച് പറയുന്നു, മറുവിഭാഗത്തെ കുട്ടികൾ അതിനെ പ്രതികൂലിച്ച് പറയുന്നു. അപ്പൊ കുട്ടികൾ തന്നെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അവർ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്നു, മറ്റൊരാൾ പറയുന്ന ഒപ്പീനിയൻ അത് ശരിയാണോ, അതിനെ നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം. കുട്ടികൾ ചിന്തിക്കുകയാണ്. ഇനി ഒരു ഡിബേറ്റിനകത്തൊക്കെ ഉൾപ്പെടുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്നതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും വേറൊരാൾ പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് എങ്ങനെ ആർഗ്യൂ ചെയ്യാം, ഇങ്ങനെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ടല്ല, അവര് പറയുന്ന കാര്യങ്ങളെ നമുക്ക് എങ്ങനെ നമ്മുടെ ഒപ്പീനിയനിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെ അതിനെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമുക്കതിനെ നേരിടാം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പഠിക്കണം. അതുകൊണ്ട് ഡിബേറ്റും ഒരു ലേണർ സെന്റേർഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി ബ്രെയിൻ സ്റ്റോമിങ്. എന്താണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബ്രെയിൻ സ്റ്റോമിങ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ടീച്ചറോട് ഒരു പ്രോബ്ലം പറയണത്, ഇന്ന കാര്യത്തിനെ നമുക്ക് എങ്ങനെ ശരിയാക്കാം, അല്ലെങ്കിൽ ഇപ്പോ സ്കൂളില് ഇപ്പം എന്താണ് ഡ്രഗ് അബ്യൂസ്, യൂത്തിന്റെ ഇടയിൽ ഡ്രഗ് അബ്യൂസ് കൂടുവാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ അല്ലെങ്കിൽ ഒരു കോളേജ് ലെവലിൽ നമുക്ക് എങ്ങനെ ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്യാം
നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വരാൻ പറഞ്ഞാൽ ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും അതിന് സൊല്യൂഷനുമായിട്ട് വരുന്നത്. നമുക്ക് ഇന്ന ഇന്ന അവയർനെസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഇന്ന എന്താണ് കുട്ടികളെ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് തിരിച്ചുവിടാം. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുമായിട്ട് ഇവർ നാളെ തിരിച്ചു വരും. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ഇവര് ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവരോട് ചിന്തിക്കാൻ പറയുന്നു, അവർ ചിന്തിച്ച് പല ഐഡിയാസുമായിട്ട് വരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഐഡിയാസിനെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആണ്. അതായത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുകയാണ്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാം. അപ്പൊ പല ആളുകളും ഡിസ്കസ് ചെയ്ത് പല പല ഐഡിയാസുമായിട്ടായിരിക്കും വരുന്നത്. അതിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നു. അപ്പൊ അങ്ങനെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ എൻകറേജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അത് ലേണർ സെന്റേർഡ് ആണെന്ന് പറയാം. ഇനി റോൾ പ്ലേയിലേക്ക് വരുമ്പോൾ ആ പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ എടുത്തിട്ട് നമ്മൾ അവിടെ ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. ഒരു റോൾ പ്ലേ പോലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്ത് അതിനെ അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ റോൾ പ്ലേ എന്ന് പറയുന്നത്. അത് കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു എംപതി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു വ്യൂ പോയിന്റ് എന്താണ് പല പല ആളുകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനൊക്കെ ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി കോപ്പറേറ്റീവ് ലേണിംഗ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ ഇൻ ഗ്രൂപ്പ്. അതായത് നമ്മൾ ഒരു ക്ലാസ്സിനെ പല ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റുകയാണെന്ന് വിചാരിക്കും. ആ ഓരോ ഗ്രൂപ്പിലും നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറയുന്നു. ആ ഗ്രൂപ്പിൽ ഇരുന്ന് കുട്ടികളെ ഡിസ്കസ് ചെയ്ത് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളെ, ഐഡിയാസിനെ അവർ പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് കോപ്പറേറ്റീവ് ലേണിംഗ്. അതായത് കുട്ടികൾക്ക് എങ്ങനെയാണ് ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, അതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ കോപ്പറേറ്റീവ് ലേണിംഗിന്റെ ഭാഗമാണ്. അപ്പോൾ ദേ ലേൺ ഫ്രം ഈച്ച് അതർ ആൻഡ് ടോക്ക് അബൌട്ട് ദ തിങ്സ് ദേ ആർ ലേണിംഗ്. അവര് മറ്റുള്ളവരിൽ നിന്ന് പരസ്പരം പഠിക്കുന്നു, അതുപോലെ തന്നെ അവര് പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അതിനകത്ത് കുട്ടികൾക്ക് ഗ്രൂപ്പ് പ്രോജക്റ്റുകള്, ഗ്രൂപ്പ് ഡിസ്കഷനുകളൊക്കെ കൊടുത്തിട്ടാണ് കോപ്പറേറ്റീവ് ലേണിംഗിനെ പോസിബിൾ ആക്കുന്നത്. ഇനി കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു കേസ് എടുത്തിട്ട് കുട്ടികൾ പഠിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആൽക്കഹോൾ, അങ്ങനെ ഡ്രഗ് അബ്യൂസ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഭയങ്കര ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ എടുത്ത് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അയാൾ ഒരു കേസാണ്. അയാളെ എടുത്തിട്ട് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അയാൾ ഈ ആൽക്കഹോൾ ഉപയോഗിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ അത് എത്രത്തോളം അയാളുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട്, എത്രത്തോളം അയാളുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ അതിൽ നിന്ന് കുട്ടിക്ക് കുറെ നോളജ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം പ്രായമായപ്പോൾ ഒരു ജിറിയാട്രിക്സ് അല്ലെങ്കിൽ ജെറന്റോളജി ഒക്കെ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രായമായ ഒരാളെ കേസായിട്ട് എടുത്തിട്ട് പഠിക്കാൻ പറയും. അപ്പൊ അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ പറയും. അപ്പൊ അതുപോലെ കേസ് സ്റ്റഡികൾ വെച്ചിട്ട് പഠിക്കുന്നത് ഇൻക്വയറി ബേസ്ഡിലാണ്. ഇൻക്വയറി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് ഫൈൻഡിങ് ആൻസേഴ്സ്. കുട്ടികൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവര് തന്നെ അന്വേഷിക്കുന്നു, അവര് തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു രീതിയാണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. കുട്ടികൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവര് തന്നെ അത് അന്വേഷിക്കുന്നു, അവര് തന്നെ ഉത്തരം കണ്ടെത്തുന്നു. ഇനി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവര് ചെയ്ത കാര്യത്തെക്കുറിച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് അവർ പഠിക്കുകയാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ അവർ ഫീൽഡിലൊക്കെ പോയി, ഒരു ഫീൽഡ് വർക്കിനൊക്കെ പോയി റിയൽ ലൈഫ് സിറ്റുവേഷൻസ് കണ്ട്, അവിടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അവരുടെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് പഠിച്ചാൽ അതിനെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് നമുക്ക്. ഇപ്പൊ ഫീൽഡ് ട്രിപ്പ് പോകുന്നു, അല്ലെങ്കിൽ എന്താണ് പ്രൊജക്റ്റുകൾ ചെയ്യുന്നു, ഇതൊക്കെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടീച്ചർ സെന്റേർഡ്, ഈ പറഞ്ഞതെല്ലാം ലേണർ സെന്റേർഡ് മെത്തേഡ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അത് ഒരു പേര് കേൾക്കുമ്പോൾ, ഇപ്പൊ ഒരു ഡിസ്കഷൻ മെത്തേഡ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് മനസ്സിലാക്കിയാൽ അത് ഏത് മെത്തേഡാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുന്നതുകൊണ്ട് നമ്മൾ മിസ്റ്റേക്സ് വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇത് ഈസിയാണ്, നമുക്ക് അറിയാമെന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചാടി കയറി ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ അത് ഈ ചോദ്യം ഈസി ആണെങ്കിൽ പോലും കൃത്യമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ആൻസേഴ്സ് സെലക്ട് ചെയ്യാവുള്ളൂ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. ഈ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടീച്ചിങ് എയ്ഡുകളാണ്. ടീച്ചിങ് എയ്ഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളെയും ടീച്ചിങ് എയ്ഡ് ആയിട്ടാണ് പറയുന്നത്. ഒരു കാര്യം കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കാം, വൈറ്റ് ബോർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് പല മോഡലുകൾ ഉപയോഗിക്കാം, ഒരു ഓഡിയോ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കാം, നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ, പ്രൊജക്ടർ ഉപയോഗിക്കാം. ഇതെല്ലാം എന്താണ് ടീച്ചിങ് എയ്ഡുകളാണ്.
ടീച്ചിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ടീച്ചിങ് എയ്ഡുകൾ അല്ലെങ്കിൽ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്നാണ് പറയാം. ഈ ടീച്ചിങ് എയ്ഡിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈം പീരീഡിന്റെ ബേസിസിൽ, സെൻസ് ഓർഗൻസിന്റെ ബേസിസിൽ, ഇന്ററാക്ടിവിറ്റിയുടെ ബേസിസിൽ. ഫസ്റ്റ് വൺ ഇസ് ബേസ്ഡ് ഓൺ ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ കൺവെൻഷനലും ഉണ്ട്, നോൺ കൺവെൻഷനലും ഉണ്ട്. കൺവെൻഷനൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് അധികം ആഡ് ചെയ്തിട്ടില്ല. കൺവെൻഷനൽ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടീച്ചിങ് എയ്ഡുകൾ എന്ന് വെച്ചാൽ പണ്ട് മുതലേ സ്കൂളിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബ്ലാക്ക് ബോർഡ്, മാപ്പുകള്, നമ്മുടെ അറ്റ്ലസ്, ഇങ്ങനെ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കൺവെൻഷനൽ ആയിട്ടുള്ളത്. നോൺ കൺവെൻഷനൽ എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോ, നമ്മുടെ പോഡ്കാസ്റ്റുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളതാണ്. പുതിയ നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതെങ്ങനെയാണ് അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സെൻസ് ഓർഗൻസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് ടീച്ചിങ് എയ്ഡിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ട് നമ്മൾ മനസ്സിലാക്കുന്ന, ഇപ്പൊ ടീച്ചർ ഒരു കുട്ടികളെ ഒരു പാട്ട് കേൾപ്പിക്കുകയാണ്, അത് ഓഡിറ്ററി ടീച്ചിങ് എയ്ഡാണ്. അല്ലെങ്കിൽ ഒരു റേഡിയോ പ്രോഗ്രാം കേൾപ്പിക്കുന്നത് ഒരു ഓഡിറ്ററി ടീച്ചിങ് എയ്ഡാണ്. വിഷ്വൽ എന്ന് പറയുമ്പം ടീച്ചർ ഒരു മാപ്പ് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നു, ഒരു പിക്ചർ. ഇപ്പം നമ്മുടെ ഇപ്പം അംബേദ്കറിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ അംബേദ്കറിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, അതൊരു വിഷ്വൽ എയ്ഡാണ്. മാപ്പ്, ഒരു മാപ്പ് റീഡിങ് പഠിപ്പിക്കുമ്പോൾ ഒരു മാപ്പ് കാണിച്ചു കൊടുക്കും, ഒരു അറ്റ്ലസ് കാണിച്ചു കൊടുക്കും, ഇതെല്ലാം വിഷ്വൽ എയ്ഡായിട്ട് നമുക്ക് പറയാം. ഓഡിയോ വിഷ്വൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ, നമ്മൾ കാണുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട്. ഒരു ടെലിവിഷൻ പ്രോഗ്രാം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്, ഒരു വീഡിയോ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്, അത് ഓഡിറ്ററിയും വരുന്നുണ്ട്, വിഷ്വലും വരുന്നുണ്ട്. ഇനി ആക്ടിവിറ്റി എയ്ഡ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്ന എയ്ഡുകൾ, അതായത് കുട്ടിക്ക് ഒരു ചെറിയൊരു ടാസ്ക് കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡൽ കുട്ടിയെ കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു, ഒരു മോഡൽ കുട്ടി ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന എയ്ഡുകൾ. ചിലപ്പോൾ ചില ഫീൽഡ് ട്രിപ്പുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ആക്ടിവിറ്റി എയ്ഡിനകത്ത് വരും. കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഡൂയിങ് വരുന്ന പരിപാടിയാണ് നമ്മുടെ ആക്ടിവിറ്റിക്കകത്ത് വരുന്നത്. ഇനി ഇന്ററാക്ടിവിറ്റി എന്ന് പറയുമ്പം പ്രൊജക്റ്റഡും ഉണ്ട്, നോൺ പ്രൊജക്റ്റഡും ഉണ്ട്. പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടെലിവിഷൻ പോലെ, അല്ലെങ്കിൽ നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെ, OHP ഓവർ ഹെഡ് പ്രൊജക്ടർ പോലെ, അങ്ങനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നോൺ പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാപ്പുകൾ, ചാർട്ടുകൾ, നമ്മുടെ ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് പോലെയുള്ള കാര്യങ്ങളാണ് നോൺ പ്രൊജക്റ്റഡിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മെത്തേഡ്സ് ആണ്. അത് നമ്മുടെ സിലബസിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, എന്താണ് ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൺലൈനകത്ത് നമുക്കറിയാം ഡിജിറ്റൽ ആയിട്ടുള്ള ടൂൾസ് ആണ്, ഓഫ്ലൈനകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ടൂൾസ് ആണ്. ഓൺലൈനകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറച്ചുകൂടി കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കും, ടൈം സേവിങ് ആയിരിക്കും. ഓഫ്ലൈനകത്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു എക്സ്പെൻസീവ് ആയിരിക്കും, കുറച്ചുകൂടി സമയം വേണം. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പുഴയുണ്ടാകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മഴയുണ്ടായിട്ട് പുഴയുണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ കുറെ സമയം എടുത്ത് ടീച്ചർ ബോർഡിൽ വരച്ച് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ഓൺലൈൻ ആയിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു ആ എക്സാമ്പിൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഓൺലൈൻ ആയിട്ട് നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ടൈം സേവിങ് ആണ്. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മൾ അവിടെ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കണം, ഫെസിലിറ്റീസ് ഉണ്ടാക്കണം, കുട്ടിക്ക് ഇരിക്കാനുള്ള സീറ്റ്, കസേര, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കണം. ഓൺലൈനകത്ത് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഓൺലൈനിനകത്ത് നമുക്കറിയാം വെർച്വൽ ക്ലാസ് റൂം ആണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒരു വെർച്വൽ ക്ലാസ് റൂമിനകത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ക്ലാസ് റൂം ആണ്. ഓൺലൈനിനകത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ആണ്, അല്ലെ? നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു സമയത്താണ് നമ്മളിപ്പോൾ ക്ലാസ് നടത്തുന്നത്. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സിന് അങ്ങനെ പറ്റില്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ഷെഡ്യൂളാണ്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നോളൂ, നമുക്ക് പഠിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്കൂളിലാകുമ്പോൾ കൃത്യമായിട്ടുള്ള, ഓഫ്ലൈൻ ക്ലാസ്സിലാകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാവും. ഓൺലൈനിനകത്ത് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റലി നടക്കുന്നതാണ് ഓൺലൈനിനകത്ത്. ഓഫ്ലൈനിനകത്ത് അത് ഫേസ് ടു ഫേസ് ആണ്.
ഓൺലൈനിനകത്ത് ഫെസിലിറ്റേഷൻ ആൻഡ് അസിൻക്രോണസ് അപ്രോച്ച് ആണ്. ഓഫ്ലൈനിനകത്ത് അത് ഇൻസ്ട്രക്ഷണൽ ആൻഡ് സിൻക്രോണസ് ആണ്. സിൻക്രോണസ് ആൻഡ് അസിൻക്രോണസ് അപ്രോച്ച് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സിൻക്രോണസ് ആൻഡ് അസിൻക്രോണസ് അപ്രോച്ച്. ഹലോ, ഉണ്ടെങ്കിൽ പറയാമോ? സിൻക്രോണസ് എന്താണ്, അസിൻക്രോണസ് എന്താണെന്ന്? കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. എന്തോ? ഹലോ, കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ, അത് മതി, എവിടെയെങ്കിലും പഠിച്ചാൽ മതി. അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ചോദിച്ചതെന്നു വെച്ചാൽ കുറെ നേരമായിട്ട് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയത ഞാൻ ചോദിച്ചത്. അപ്പൊ അസിൻക്രോണസ് ആൻഡ് സിൻക്രോണസ് നമുക്കറിയാം. അസിൻക്രോണസ് എന്ന് പറയുമ്പം ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു അസിൻക്രോണസ് അപ്രോച്ച് ആണ്. അപ്പൊ ഞാൻ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നു. ഇത് കേൾക്കേണ്ട ആളുകൾ എല്ലാവരും ചിലപ്പോൾ ഇവിടെ ഉണ്ടാകണമെന്നില്ല, അല്ലെ? ഇത് ഈ സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അവരത് കാണുന്നുണ്ടാവും. അപ്പൊ അതൊരു അസിൻക്രോണസ് അപ്രോച്ച് ആണ്. ടീച്ചറും സ്റ്റുഡന്റും ഒരേ സമയത്ത് ഒരിടത്ത് വരണമെന്നില്ല. പക്ഷെ ഓഫ്ലൈനിനകത്ത് അങ്ങനെയല്ല, അത് സിൻക്രോണസ് അപ്രോച്ച് ആണ്. രണ്ടുപേരും, സെന്ററും റിസീവറും, ടീച്ചറും സ്റ്റുഡന്റും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഉണ്ടാവണം. കുട്ടികൾ ആരും ക്ലാസ്സിൽ ഇല്ലാത്തപ്പോ ടീച്ചർ വെറുതെ എന്നങ്ങ് പഠിപ്പിക്കുമോ? ഇല്ല, പഠിപ്പിക്കത്തില്ല. കാരണം എന്താണ്? ടീച്ചർക്ക് കുട്ടി ഫ്രണ്ടിൽ ഉണ്ടാവണം. ഓൺലൈനിനകത്ത് അങ്ങനെയല്ല. നിങ്ങൾ അപ്പുറം ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ പറയാണ്. ചിലപ്പോൾ കുറച്ചുപേര് കാണാം, കുറച്ചുപേര് ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ അതൊരു അസിൻക്രോണസ് ആണ്. സെന്ററും റിസീവറും ഒരേ സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു അസിൻക്രോണസ് അപ്രോച്ച് ആയിട്ട് പറയാം. ഇനി സ്റ്റുഡൻസ് ലാർജ്ലി ഡിറ്റർമൈൻ ദ പേസ് ഓഫ് ലേണിംഗ്. ഓൺലൈനിനകത്ത് കുട്ടികളാണ് നമ്മുടെ പേസ് ഓഫ് ലേണിംഗ്. അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് പഠിക്കുക. ഓഫ്ലൈനിനകത്ത് ടീച്ചേഴ്സ് ആണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഓൺലൈനിനകത്ത് കുട്ടികൾ അവരുടെ സ്റ്റഡീസിനോട് കുറച്ച് സീരിയസ് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത് കുറവായിരിക്കും എന്ന് പറയുന്നു. ഓഫ്ലൈനിനകത്ത് അത് കൂടുതലായിരിക്കും. അത് കുറച്ച് ബയസ്ഡ് ആണ്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ അങ്ങനെ അല്ലെന്നും പറയാം. ഇനി സോറി, എൻ്റെ സ്ക്രീൻ മാറുന്നില്ല, ഒരു സെക്കൻഡ്. സ്ക്രീൻ കാണാവോ? യെസ് മാം, കാണാം അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനം കേട്ടോ. മൂക്കെന്ന് നമ്മൾക്ക് പറയാം. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, ഇത് എന്താണ് സാധനം? ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സാധനം, ഇവര് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടൊക്കെ ഇതിനെ ചോദിച്ചകളെ. അതായത് നിങ്ങൾക്ക് ഓപ്ഷനിൽ കൊടുക്കുന്ന എന്താണ്, അല്ലെങ്കിൽ ദി അക്രോണിം മൂക്ക് സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറെ ഓപ്ഷൻ തരുവാണ്. അതിനകത്ത് അവർ തരാൻ പോകുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. മനസ്സിലായോ? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്നും തരാം, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എന്നും തരാം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും, ഈ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ആണോ ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ആണോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, മാസീവ് കഴിഞ്ഞാൽ വരുന്നത് ഓപ്പൺ ആണ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ആണ്. ഓൺലൈൻ കോഴ്സ് എന്നുള്ളത് ഒന്നിച്ചോർത്തിരിക്കുക, മാസീവ് ഓപ്പൺ എന്നുള്ളത് ഒന്നിച്ചോർത്തിരിക്കുക. അപ്പൊ അങ്ങനെ ഇത്ര എളുപ്പമുള്ള ഒരു സാധനം ആയതുകൊണ്ട് അവർ കുറച്ച് ഇച്ചിരി ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇനി മാസീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സസ് എന്നാണ് ഉദ്ദേശിക്കുക. മാസീവ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ലിമിറ്റ് ഓൺ ദ നമ്പർ ഓഫ് ലേണേഴ്സ് ഹു ക്യാൻ എൻറോൾ ഇൻ ദ കോഴ്സ്. ഓൺലൈൻ ആയിട്ട് കൊടുക്കുന്ന കോഴ്സുകളാണ്. എത്ര പേർക്ക് വേണമെങ്കിലും അതിൽ എൻറോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മളൊരു നമ്മളൊരു കോളേജിൽ ഒരു കോഴ്സ് പഠിക്കാൻ പോയാൽ അതിന് ലിമിറ്റഡ് സീറ്റ് ആണ്. ചിലപ്പോൾ 25 സീറ്റ് 30 സീറ്റൊക്കെ ഒരു കോഴ്സിന്. ഇപ്പം നമ്മളൊരു MA ഹിസ്റ്ററി പഠിക്കാൻ പോയി, അല്ലെങ്കിൽ MA സൈക്കോളജി പഠിക്കാൻ പോയി, MSc സൈക്കോളജി പഠിക്കാൻ പോയി, എവിടെ പോയാലും നമുക്ക് കൃത്യമായിട്ടൊരു ലിമിറ്റഡ് സീറ്റ് ഉണ്ടാവും. പക്ഷേ ഈ ഓൺലൈൻ കോഴ്സിന് അങ്ങനെയില്ല. മാസീവ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് എൻറോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓപ്പൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർ ആർ നോ മാൻഡേറ്ററി റിക്വയർമെന്റ്സ് ഫോർ ദ ലേണർ ടു എൻറോൾ ഇൻ ദിസ് കോഴ്സ്. കോഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി ഓൺലൈൻ ആണ്, ഇന്റർനെറ്റിലൂടെ കൊടുക്കുന്നതാണ്. അല്ലാതെ നിങ്ങൾ കഴിഞ്ഞ
ഇൻസ്റ്റിറ്റ്യൂഷന്റെ TC കൊണ്ടുവരൂ, അത് നോക്കിയിട്ട് നമ്മൾ തരാന്നൊന്നുമല്ല പറയുന്നത്. ഇത് ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും എൻറോൾ ചെയ്ത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് എൻറോൾ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സ് ആയതുകൊണ്ടാണ് അതിനെ ഓപ്പൺ ആണെന്ന് പറയുന്നത്. അത് ഏത് ഏജ് ലിമിറ്റിലുള്ള ആളുകൾക്കും പഠിക്കും. പിന്നെ ചില കോഴ്സുകൾക്ക് ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ്സ് കൊടുക്കാറുണ്ട്. അതായത് ഒരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ താഴെയുള്ള അണ്ടർ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ ഏത് പ്രായത്തിൽപ്പെട്ട ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അതിനെ ഓപ്പൺ എന്ന് നമ്മൾ വിളിക്കുക. ഇനിയും ഹൈലി മൾട്ടിമീഡിയ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ഓൺലൈൻ കോഴ്സസ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ ഫിലോസഫി ഓഫ് മൂവ്സ് എന്ന് പറയുന്നത് 3 A's ആണ്. 3 A's: എനി ടൈം, എനി വൺ, എനിവെയർ. നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്, ഇന്റർനെറ്റ് കണക്ഷൻ, ഇത്രയും മാത്രം മതി നിങ്ങൾക്കൊരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടെ ഏജോ നിങ്ങളുടെ ഇതൊന്നും നോക്കുന്നില്ല. എനി വൺ, ആർക്ക് വേണമെങ്കിലും പഠിക്കാം. എനിവെയർ, എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഓൾ മൂവ്സ് ഓഫ് ദ വേരിയസ് ടൈപ്സ് ഡെവലപ്ഡ് അണ്ടർ ദ ഏജസ് ഓഫ് MHRD മറന്നു പോകരുത്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ അണ്ടറിലാണ് ഈ മൂവ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വേരിയസ് ആയിട്ടുള്ള നാഷണൽ കോർഡിനേറ്റേഴ്സ്, UGCയുടെ കോഴ്സുകൾ കാണും, CEC, IGNOU, NPTEL, ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. കൂടുതലായിട്ടും ഒരു സ്വയം എന്ന് പറയുന്ന വെബ് പ്ലാറ്റ്ഫോം വഴിയായിട്ടാണ് ഈ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറന്നു പോകരുത്, സ്വയം എന്ന് പറയുന്ന വെബ് പ്ലാറ്റ്ഫോം വഴിയാണ് ഈ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ ഈ UGCയും CECയും IGNOUവും NPTELും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞ തന്നെയാണ്, മാസീവ് എന്ന് പറഞ്ഞാൽ മാസീവ് ഇൻ നേച്ചർ ആണ്, ലാർജർ നമ്പർ ഓഫ് സ്റ്റുഡൻസിലേക്കാണ് എത്തിക്കുന്നത്. ഒത്തിരി കോഴ്സുകളുണ്ട്, ഒത്തിരി ലെസൺസ് ഉണ്ട്, വൈഡ് ഏരിയൽ കവറേജ് ഉണ്ട്. ഓപ്പൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും ഓപ്പൺ ആണ്, എല്ലാവർക്കും ആക്സസിബിലിറ്റി ഉണ്ട്, രജിസ്ട്രേഷൻ പറ്റും, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, റിയലി അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഇനി ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാലും ചില കോഴ്സിൽ നമ്മൾ സ്വയത്തിനകത്തൊക്കെ, സ്വയം ഒരു വെബ്സൈറ്റ് ആണ്, വെബ് പോർട്ടലാണ്, അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കോഴ്സിനൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു എക്സാം എഴുതണം. ആ എക്സാം എഴുതണമെങ്കിൽ നമ്മളൊരു കുറച്ച് പൈസ അടയ്ക്കേണ്ടി വരും. ഒരു 1000 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ പൈസ അടച്ചാൽ നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ പറയുന്നിടത്ത് പോയി എക്സാം എഴുതി നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഈ പറയുന്ന പല IITകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പല കോഴ്സുകളുണ്ട്. നമുക്ക് IITയുടെ ഒക്കെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അങ്ങനെ ഓൺലൈനായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി നമുക്ക് മേടിക്കാൻ പറ്റും. ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഫുൾ ആക്സസ് ടു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഫുള്ളി ഇത് ഓൺലൈൻ ആണ്, ഇന്റർനെറ്റ് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കോഴ്സസ് എന്ന് പറയുമ്പോൾ സെൽഫ് സ്റ്റഡി ആണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിനൊരു സിലബസ് ഉണ്ടാവും, ഓരോ കോഴ്സിനും ഒരു സിലബസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ചൈൽഡ് സൈക്കോളജി പഠിക്കണമെന്ന് വിചാരിച്ചു, ചൈൽഡ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ അതിനകത്ത് കാണും. നിങ്ങൾക്ക് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് വേണോ, അത് കാണും. സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ വേണോ, അത് കാണും. അതിന്റെ എല്ലാം ഓരോ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ടാവും. ആ സിലബസിനനുസരിച്ച് ടീച്ചേഴ്സ് അവിടെ വീഡിയോ പ്രസന്റേഷൻ, അവരുടെ ഒരു ക്ലാസ് ഉണ്ടാവും. ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് അവരൊരു അസൈൻമെന്റ് തരും, അസൈൻമെന്റ് എഴുതാം. അങ്ങനത്തെ പല പ്രോസസ്സുകളും അതിനകത്തുണ്ട്. ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ടീച്ചേഴ്സ് അതിന് ആൻസർ തരുന്നതാണ്. അങ്ങനത്തെ പരിപാടികളെല്ലാം കൂടെ വരുന്ന ഒരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്, സ്വയം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ സ്വയം. സ്വയത്തിന്റെ ഫുൾ ഫോം സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്. അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് തന്നെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന ഇവിടെയും അവരൊരു ഇച്ചിരി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതായത് സ്റ്റഡി വെബ്സ് ഓഫിന് പകരം ചിലപ്പോൾ 4 കൊടുക്കും. സ്റ്റഡി വെബ്സ് ഫോർ ആക്റ്റീവ് ലേണിംഗ് ഓഫ് യങ് ആസ്പയറിംഗ് മൈൻഡ് എന്ന് അങ്ങനെയൊക്കെ തരതിരിച്ച് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യം വരുന്നത് ഓഫ് ആണോ, രണ്ടാമത് വരുന്നത് 4 ആണോ, ഇതൊക്കെ നമുക്കിപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓക്കെ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്, എന്ത് എളുപ്പം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ
നമുക്ക് ആകെ കൺഫ്യൂസിങ് ആവും. അയ്യോ, 4 ആണോ 4 ആണോ? പിന്നെ അപ്പൊ നമുക്ക് സങ്കടം വരും. അയ്യോ, ഇത്ര എളുപ്പമുള്ള ഒരു സാധനം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ഇത്ര എളുപ്പമുള്ള ഒരു സാധനം ഞാൻ പഠിച്ചിട്ട് വന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ, തെറ്റിച്ച് കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് നമ്മുടെ മാനസികാരോഗ്യത്തിനെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഫുൾ ഫോമുകളൊക്കെ പഠിക്കുമ്പം ഓഫ് ആണോ ഓൺ ആണോ അറ്റാണോ ഇന്നാണോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. വേണമെങ്കിൽ ഒന്ന് 2-3 തവണ ഞാൻ ഇങ്ങനെ പറയുന്നതിന് കാരണം എനിക്ക് ഇച്ചിരി ഓർമ്മക്കുറവ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഹൃദയസ്ഥമായിട്ട് നിൽക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇതൊക്കെ എഴുതി പഠിക്കുമായിരുന്നു. സ്വയം സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി പഠിക്കുമായിരുന്നു. എഴുതി പഠിക്കുന്നതിനോടൊപ്പം തന്നെ എവിടെയെങ്കിലുമൊക്കെ ഈ മറ്റേ കഥകിന്റെ പുറകിലോ നമ്മുടെ അലമാരിയിലൊക്കെ കൊണ്ട് എഴുതി ഒട്ടിച്ചു വെക്കുമായിരുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓക്കെ ഇത് നിൽക്കണം. അപ്പം ഒന്നും ഇല്ലെങ്കിലും പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം ഓർമ്മ വന്നില്ലെങ്കിൽ ഒട്ടിച്ച അലമാരിയെങ്കിലും നമുക്ക് ഓർമ്മ വരും. അപ്പം അങ്ങനെ നിങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് ഇതിനെ എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി സ്വയം എന്ന് പറയുന്ന ഒരു ഇൻഡിജീനിയസ് IT മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. കോഴ്സ് തരുന്ന പ്ലാറ്റ്ഫോമാണ് എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. എനിവൺ എനി ടൈം എനിവെയർ, ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ കോഴ്സിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് സ്വയം എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ സൈറ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടാകും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും. സ്വയം എന്ന് ജസ്റ്റ് ഇതുവരെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ വെറുതെ പോയി സെർച്ച് ചെയ്ത് നോക്കുക. അവരുടെ സൈറ്റിനകത്ത് കയറുക. അവരുടെ ആപ്പ് ഉണ്ട്, സ്വയത്തിന്റെ ആപ്പ് ഉണ്ട്. ആപ്പിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇനി ഓൺലൈൻ ഡെലിവറി ഓഫ് ഇന്ററാക്റ്റീവ് ലേണിംഗ് കണ്ടന്റ് ടു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ സൈമൾട്ടേനിയസ്ലി, ഒരേ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾക്ക് ഒത്തിരി സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇനി സ്വയം പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് MHRD, അതുപോലെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTEയുടെയും കൂടി ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇവര് സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 2000 കോഴ്സസ്, 80,000 അവേഴ്സ് ഓഫ് ലേണിംഗ്, ഇതിനൊക്കെ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സ്കൂൾ ലെവലിലുള്ള കോഴ്സുകൾ, നമ്മുടെ ഡിഗ്രി ലെവലിലുള്ള കോഴ്സുകൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് മേഖലയിൽ, നിയമത്തിന്റെ മേഖലയിൽ, പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ നമുക്ക് അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ നമുക്ക് സ്വയത്തിനകത്ത് കിട്ടുന്നതാണ്. ഇനി all the courses on this platform are interactive, prepared by the best teachers in the country and are available free of cost to the students in India. നമ്മൾ കാശ് കൊടുക്കേണ്ടി വരുന്നത് നമ്മളിങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ചില കോഴ്സുകളുണ്ട്. നമ്മൾ എക്സാം എഴുതിയാൽ സർട്ടിഫിക്കറ്റ് തരും എന്നുള്ള കോഴ്സുകൾ, അതിന് മാത്രം ഒരു ചെറിയ ഫീസ് ഉണ്ട്. അല്ലാതെ ഒരുപാട് സാധനങ്ങൾ പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. അതും ക്ലാസ് എടുക്കുന്നത് IITയിലും അതുപോലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ ഉള്ള ടീച്ചേഴ്സ് ഒക്കെയാണ് ഇതിന്റെ ക്ലാസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. More than 1,000 specially chosen faculty and teachers from across the country have participated in preparing these courses. ഈ കോഴ്സിന്റെ സിലബസ് പ്രിപ്പയർ ചെയ്യാനും ക്ലാസ്സസ് പ്രിപ്പയർ ചെയ്യാനും ഇതിന്റെ സ്റ്റഡി നോട്ട്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, 4 quadrants in MOOC pedagogy. MOOC pedagogyക്കകത്തെ പ്രധാനപ്പെട്ട 4 ക്വാഡ്രൻസ്. ഒന്ന്, വീഡിയോ ട്യൂട്ടോറിയൽസ് കവറിങ് എ ഹോൾ കോഴ്സ്. ഒരു കോഴ്സിന് നിങ്ങളിപ്പോൾ ഒരു പഠിക്കാനായിട്ട്, ഇപ്പൊ നമ്മൾ ഒരു കോഴ്സ് പഠിക്കുക, ചൈൽഡ് സൈക്കോളജി എന്ന് വിചാരിക്കുക. ചൈൽഡ് സൈക്കോളജി പഠിക്കാനായിട്ട് നമ്മൾ എൻറോൾ ചെയ്തു. അങ്ങനെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനകത്ത് കാണിക്കും എത്ര മണിക്കൂർ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ദിവസം ക്ലാസ് ഉണ്ടെന്നുള്ളത് അവർ അതിനകത്ത് കാണിക്കും. അപ്പൊ അതിനനുസരിച്ച് വീഡിയോ ട്യൂട്ടോറിയൽസ് നമുക്ക് കിട്ടും. ടീച്ചേഴ്സ് ഇരുന്ന് ക്ലാസ് എടുക്കുന്നതായിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് കിട്ടും, കവറിംഗ് ഹോൾ കോഴ്സ്. Normally having about 20 hours of instruction in series of lectures, each lecture not exceeding 30 minutes. 30 മിനിറ്റ് 35 ഒരു 40 മിനിറ്റിനുള്ളിൽ വരുന്ന ക്ലാസ്സുകളായിട്ടാണ്, വീഡിയോകളായിട്ടാണ് നമുക്കിത് കിട്ടുക. ഇനി ഈ കോണ്ടന്റ്, അതായത് നമ്മൾ ഈ ക്ലാസ് കേട്ടാൽ മാത്രം പോരല്ലോ, നമുക്ക് വല്ലതും മനസ്സിലാവണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് വീഡിയോ ട്യൂട്ടോറിയല് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരു റീഡിംഗ് മെറ്റീരിയൽ ആയിട്ടും അവൈലബിൾ ആക്കാറുണ്ട്. അതുപോലെ സെൽഫ് അസസ്മെന്റ്, നമ്മൾ എത്രത്തോളം നമ്മൾ പഠിച്ച കാര്യം എത്രത്തോളം നമുക്ക് മനസ്സിലായി എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെൽഫ് അസസ്മെന്റിന് വേണ്ടിയിട്ട് ക്വിസുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അസൈൻമെന്റുകൾ തരാറുണ്ട്. ഇനി ഡിസ്കഷൻ ഫോറം ഫോർ പോസ്റ്റിംഗ് ക്വറീസ്, ഒരു ഡിസ്കഷൻ ഫോറം ഉണ്ടാകും. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ക്വറീസ്, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, അതിന് ടീച്ചേഴ്സ് ആൻസർ ചെയ്യുന്നതാണ്. ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്.
അപ്പം all the courses delivered through Swayam are available free of cost to the learners. However, students wanting സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ഫ്രീ ആയിട്ട് പഠിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ഫീസ് അടച്ച് 1000 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചെറിയൊരു ഫീസ് അടച്ച് നിങ്ങൾ എക്സാം എഴുതേണ്ടതായിട്ട് വരും. ഇനി എന്താണ് സ്വയം പ്രഭ? സ്വയം പ്രഭയും ഒന്നും തമ്മിൽ നിങ്ങൾ തെറ്റിക്കരുത്. സ്വയം പ്രഭ എന്ന് പറഞ്ഞാൽ ഒരു 40 DTH ഡയറക്റ്റ് ടു ഹോം എഡ്യൂക്കേഷണൽ ചാനലുകളാണ്. അയ്യോ സോറി, എൻ്റെ ഞാൻ പ്രിപ്പയർ ചെയ്ത സ്ലൈഡിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. കാരണം സ്വയം പ്രഭ ഇസ് എ ഗ്രൂപ്പ് ഓഫ് 32 DTH ചാനൽസ് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ പഠിച്ചത് 32 DTH ചാനൽസ് എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ അവരുടെ സൈറ്റിൽ നോക്കിയപ്പം 40 DTH ചാനൽസ് എന്നാണ് ഇപ്പോൾ നെറ്റിലൊക്കെ കാണിക്കുന്നത്. 32 അല്ല 40 ആണെന്നാണ് ഞാനത് കോപ്പി ചെയ്തപ്പം പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. 32 എന്നാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ഇപ്പോൾ അവരുടെ സൈറ്റിൽ കാണിക്കുന്നത്, സ്വയം പ്രഭയുടെ സൈറ്റിൽ കാണിക്കുന്നത് 40 DTH ചാനൽസ് എന്നാണ് കേട്ടോ. അപ്പോൾ ചാനൽസ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് തരുന്ന 24/7 ബേസിസിൽ എല്ലായ്പ്പോഴും ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനലുകളാണ് സ്വയം പ്രഭ എന്ന് പറയുന്നത്. ആ ചാനലുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഇനി GSAT-15 എന്ന് പറയുന്ന സാറ്റലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്, വേണമെങ്കിൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഏത് സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്വയം പ്രഭ ടെലികാസ്റ്റ് ചെയ്യുന്നത്. GSAT-15 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. എവറി ഡേ there will be new content for at least 4 hours which would be repeated 5 more times in a day. ഒരു പുതിയ കോണ്ടന്റ് 4 മണിക്കൂർ ഓരോ പുതിയ കോണ്ടന്റ്, ഇത് മിനിമം 5 തവണ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് അതിനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ചാനൽസ് ഒക്കെ they are uplinked from വിസാഗ്, ഗാന്ധിനഗർ. അതുപോലെ കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് NPTEL, IITs, UGC, CEC, IGNOU, NCERT, NIOS, ഇങ്ങനെ മിക്ക ആളുകളും, മിക്ക ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഈ പറയുന്ന കോണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ഈ DTH ചാനൽസിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാല് പല ഡൈവേഴ്സ് ഡിസിപ്ലിൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ആർട്ട് വിഷയങ്ങളായിരിക്കാം, സയൻസ്, കൊമേഴ്സ്, പെർഫോമിംഗ് ആർട്സ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ലോ, മെഡിസിൻ, അഗ്രികൾച്ചർ, ഇങ്ങനെ എല്ലാ ഡൊമൈനിൽ നിന്നുമുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സ്കൂൾ എഡ്യൂക്കേഷൻ 9 to 12 ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഓരോ മൊഡ്യൂൾ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ, കുട്ടികൾക്ക് ഓരോ സബ്ജക്ട് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ 9 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ. ഇനി IIT പാലൊക്കെ വെച്ചിട്ട് അവരുടെ ഒരു ക്ലാസ് 11 and 12 കുട്ടികൾക്ക്, അതായത് IIT-യിൽ ജോയിൻ ചെയ്യണമെന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് JEE ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ്, അങ്ങനെ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇനി മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇങ്ങനെ 4 ചാനലുകളായിട്ട് അവർക്കുള്ള എഡ്യൂക്കേഷൻസ്. ഇങ്ങനെ പല മേഖലകളിൽ നിന്നും, പല എഡ്യൂക്കേഷന്റെ പല ഡൊമൈനിൽ നിന്നും, ഡൈവേഴ്സ് ഡിസിപ്ലിൻസിൽ നിന്നും ഒക്കെയുള്ള നോളജ് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്വയം പ്രഭ എന്ന് പറയുന്നത്. സ്വയം എന്താണ് നമ്മൾ പറഞ്ഞു, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു വെബ് പ്ലാറ്റ്ഫോമാണ്. സ്വയം പ്രഭ എന്ന് പറഞ്ഞാല് ചാനലുകളുടെ, പ്രഭ എന്ന് പറയുന്നത് ചാനലുകളുടെ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ. ഇനി ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിനെ നമുക്ക് ട്രഡീഷണൽ, മോഡേൺ ആൻഡ് ICT ബേസ്ഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം നമുക്കറിയാവുന്നതാണ്. അതായത് എങ്ങനെയാണ് മുമ്പ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴത്തെ പുതിയ മോഡേൺ ക്ലാസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് പറയുന്നത്. ഒരു കൺവെൻഷണൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരു ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡാണ്. ടീച്ചർ പറയുന്നതാണ് എല്ലാം, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം സ്വീകരിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ റിസൈറ്റ് ചെയ്യുന്നു, മെമ്മറൈസ് ചെയ്യുന്നു, പരീക്ഷയ്ക്ക് അത് എഴുതുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിൽ ഉണ്ടായിരുന്നത്.
ഇപ്പം ഗുരു പറയുന്ന കാര്യങ്ങൾ ഉരുവിട്ട് പഠിക്കുക നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മളൊരു ഗുരുമുഖത്ത് നിന്ന് ഇങ്ങനെ ടീച്ചർ ഇരിക്കുന്നു, ടീച്ചർ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ അതിനെ മനഃപ്പാഠമാക്കുന്നു, ഹൃദിസ്ഥമാക്കുന്നു, നമ്മുടെ മെമ്മറിയിൽ നമ്മൾ അതിനെ ഓർമ്മിച്ചു വെക്കുന്നു. അങ്ങനെയുള്ള ഒരു ടീച്ചിങ് ആയിരുന്നു ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ടീച്ചർ ഈസ് ആൻ എക്സ്പേർട്ട് ഓഫ് നോളജ് അല്ലെങ്കിൽ പ്രൊവൈഡർ ഓഫ് ഇൻഫർമേഷൻ. ടീച്ചറാണ് ഇതിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്നുകൊണ്ടിരുന്നത്. ഇനി ക്ലാസ് റൂം കൺട്രോൾ ചെയ്യുന്നതിൽ, അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതിലെല്ലാം ടീച്ചർക്കായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുപോലെ ബ്ലാക്ക് ബോർഡ്, ടീച്ചർ ക്ലാസ് റൂം കൺട്രോൾ ചെയ്യാനുള്ള ചുമതല ടീച്ചർക്കാണ്. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുക, കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക, കുട്ടികളോട് എഴുതിയെടുക്കാൻ പറയുക, കുട്ടികൾ പഠിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ക്ലാസ് റൂമിന്റെ ഹോൾ മാനേജ്മെന്റ് ടീച്ചർ റെസ്പോൺസിബിൾ ആണ്. ഇനി ഒരു വൺ വേ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, നിങ്ങൾ കമ്മ്യൂണിക്കേഷനകത്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വൺ വേ കമ്മ്യൂണിക്കേഷൻ, ഒരാൾ പറയുന്നത് വേറൊരാൾ കേട്ടോണ്ടിരിക്കുന്നു, തിരിച്ചിങ്ങോട്ടൊന്നും വരുന്നില്ല. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ സംഭവിക്കുന്നത് പോലെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നമുക്ക് തിരിച്ചിങ്ങോട്ടൊരു റെസ്പോൺസ് വരുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ അതൊരു ട്രഡീഷണൽ വേ ഓഫ് ടീച്ചിങ് ആയിട്ടാണ്, ട്രഡീഷണൽ വേ ഓഫ് ടീച്ചിങ്ങിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മളൊരു പഴയൊരു സാധാരണ നമ്മൾ 2ലും 3ലും 4ലും 5ലൊക്കെ പഠിക്കുമ്പോഴുള്ള നമ്മുടെ ക്ലാസ് റൂം നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി, നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, ലെക്ചേഴ്സിൽ നിന്ന്, അതുപോലെ തന്നെ റിട്ടൺ ആയിട്ടുള്ള അസൈൻമെന്റിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. അതുപോലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മിക്കപ്പോഴും എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. ഇത് ശ്രദ്ധിക്കുക. ട്രഡീഷണൽ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ടൂളുകൾ ഏതൊക്കെയാണ്? നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൂളുകൾ ഏതൊക്കെയാണെന്ന് ചുമ്മാ വിചാരിച്ചാൽ മതി. നമ്മുടെ ബ്ലാക്ക് ബോർഡ്, ടെക്സ്റ്റ് ബുക്ക്, ചാർട്ട്, ഇമേജസ്, പോസ്റ്റേഴ്സ്, മാപ്പ്, അറ്റ്ലസ്, ഗ്ലോബ്, ഫ്ലാഷ് കാർഡ്, ഫ്ലിപ്പ് കാർഡ്, സയൻസ് ലാബിലെ അപ്പാരറ്റസ്, മോഡൽസ്, വർക്ക് ബുക്ക്, ഡ്രോയിങ് ബുക്ക്, ഡിക്ഷണറി, എൻസൈക്ലോപീഡിയ, വേദിക് മാത്ത് ടൂൾസ്, പസിൽ ബുക്ക്, ജനറൽ നോളജ് ബുക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക, ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാധനം നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ല. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി മോഡേൺ ആൻഡ് ICT ബേസ്ഡ് ലേണിംഗ് മെത്തേഡ്സിലേക്ക് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഈ ടീച്ചിങ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട്, ഈ ഇൻഫർമേഷൻ ഡെലിവറി ചെയ്യുന്നതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നു. മൊബൈൽ ലേണിംഗ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നമുക്കൊരു ക്ലാസ് റൂം പഠിക്കാൻ, നമുക്കൊരു ക്ലാസ് റൂം തന്നെ വേണമെന്നില്ല. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത്? ചിലപ്പോ ലാപ്ടോപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ എന്താണ് മൊബൈൽ ഫോണിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഇത് അവിടെ ഓണാക്കി വെച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്കിപ്പം നിങ്ങൾ ഫുഡ് കഴിച്ചു, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ട് ക്ലാസ് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ, എന്നാലും നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അപ്പുറത്തേക്ക് എഴുന്നേറ്റ് പോകണം, നിങ്ങൾ പാത്രം എടുത്തുകൊണ്ട് എഴുന്നേറ്റ് പോയി, ഉടനെ നിങ്ങളെ മൊബൈൽ എടുത്തിട്ട് കൂടെ പോകും അല്ലെ? അപ്പൊ നമുക്ക് ഈ എങ്ങോട്ട് വേണമെങ്കിൽ നമ്മൾ പോകുന്നതിനനുസരിച്ച്, ഞാൻ പോകുമ്പോൾ ഈ ക്ലാസ് എന്റെ കൂടെ വരികയാണ് എന്ന് പറയുന്നത് പോലെ ഒരു ഫിസിക്കൽ കൺസ്ട്രെയിൻ ഇല്ല. നമുക്ക് നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ക്ലാസ്, ഞാൻ പുറത്തു പോകും, ക്ലാസ് അവിടെ നിൽക്കും എന്ന് പറയുന്നത്. ഇത് അങ്ങനെയല്ല, നമ്മൾ പോകുമ്പോൾ ക്ലാസ് നമ്മുടെ കൂടെ വരികയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺവീനിയൻസ് നമുക്ക് ഈ മോഡേൺ അല്ലെങ്കിൽ ICT ഉപയോഗിച്ചുകൊണ്ടുള്ള എഡ്യൂക്കേഷനകത്ത്, ഓൺലൈൻ എഡ്യൂക്കേഷനകത്ത് വരുന്നുണ്ട്. Student access information whenever and wherever they want, and institutions that provide such advanced technological terrains is rising in number day by day. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും കുട്ടികൾക്ക് ഈ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ക്ലാസ് റൂം, ഈ മോഡേൺ ടീച്ചിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓൺലൈൻ എഡ്യൂക്കേഷൻ മാത്രമല്ല വരുന്നത് കേട്ടോ. അതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ICT ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു മോഡേൺ ക്ലാസ് റൂം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഈ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നത് മാത്രമല്ല മോഡേൺ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ മോഡേൺ ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുമ്പോൾ
ക്ലാസ്സിനകത്ത് നമ്മൾ പണ്ടൊക്കെ ബ്ലാക്ക് ബോർഡിൽ അല്ലെങ്കിൽ പുഴ ഒഴുകുന്നത് എങ്ങനെയാണെങ്കിൽ പുഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ ബോർഡിൽ കുട്ടികളെ പടം വരച്ചിട്ടാണ് പഠിപ്പിക്കുക. പക്ഷെ ഇപ്പൊ വേണ്ട, ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെ. അപ്പൊ അങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് ബോർഡ്സ് ഉണ്ടല്ലോ, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് നമുക്ക് തന്നെ അതിനകത്ത് ടച്ച് ചെയ്ത് നമുക്ക് നീക്കാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡുകൾ ഉപയോഗിക്കുന്നതൊക്കെ മോഡേൺ ടീച്ചിങ്ങിന്റെ ഭാഗമാണ്. അതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്, ലേണിംഗ് ലാബുകൾ ഉണ്ടാക്കുന്നത്, ഒരു ടീച്ചിങ്ങിൽ ഒരു ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്നത്, ഇനി ലേണിംഗ് അസസ്മെന്റ്, ഫീഡ്ബാക്ക്, ഇതൊക്കെ നമ്മുടെ മോഡേൺ ടീച്ചിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. കൊളാബറേറ്റീവ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഇസ് കീ ആസ്പെക്ട് ഓഫ് മോഡേൺ ടീച്ചിങ് മെത്തേഡ്. കൊളാബറേറ്റീവ് ലേണിംഗ്, അതായത് ടീച്ചർ മാത്രമല്ല കുട്ടിയുടെ ഇൻഫർമേഷൻ പ്രൊവൈഡർ എന്ന് പറയുന്നത്, കുട്ടികൾ മറ്റു കുട്ടികളുമായിട്ട് ചേർന്നുകൊണ്ട് കൂടി നോളജിനെ കൺസ്ട്രക്ട് ചെയ്യാണ്. അതുപോലെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ, എന്താണ് ഒരു പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ഒരു ഇൻക്വയറി ബേസിൽ കുട്ടികൾ പഠിക്കുകയാണ്. അത് മോഡേൺ ടീച്ചിങ് മെത്തേഡ്സിന്റെ ഒരു ഭാഗമാണ്. ഇനി ഈ മോഡേൺ ആൻഡ് ICT ബേസ്ഡ് ടീച്ചിങ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയും. അതായത് ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് കുട്ടിക്ക് ഓൺലൈൻ ആയിട്ടും കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ. അതുപോലെ ഡിസൈൻ തിങ്കിങ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, ഒരു കുട്ടികളുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ഒരു ക്യൂരിയോസിറ്റി, അനലിറ്റിക്കൽ സ്കില്ല്, ക്രിയേറ്റിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ. മൈൻഡ് മാപ്പ്, കുട്ടിക്ക് ഓരോ കോൺസെപ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു മാപ്പ് പോലെ, ഒരു കോൺസെപ്റ്റ് മാപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികൾ പഠിക്കുന്നത്, അതൊരു സെൽഫ് ലേണിംഗ് ടൂൾ ആണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള പല കോൺസെപ്റ്റുകളെ ചേർത്തിട്ട് കുട്ടി തന്നെ ഒരു ഡയഗ്രാം പോലെ ഉണ്ടാക്കുന്നു, കുട്ടി തന്നെ ഒരു മാപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ കോൺസെപ്റ്റ് മാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്വിസുകൾ അല്ലെങ്കിൽ ഗെയിമുകളൊക്കെ വഴിയായിട്ട് കുട്ടികൾ പഠിക്കുന്ന രീതികൾ. ഇനി ഓൺലൈൻ ആയിട്ടുള്ള ലേണിംഗ് ടൂൾസ്, ICT ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെർച്വൽ റിയാലിറ്റി. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം, നമ്മളൊരു സ്ഥലത്ത് പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈജിപ്ഷ്യൻ സിവിലൈസേഷനകത്ത് നമ്മൾ പിരമിഡുകളുണ്ട്, മമ്മി ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ ആ പിരമിഡുകൾ, മമ്മി, ഇപ്പൊ അതിന്റെ വെർച്വൽ റിയാലിറ്റിയിൽ നമുക്ക് ഇങ്ങനെ പിരമിഡ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മമ്മി ഇങ്ങനെ അടക്കം ചെയ്തിരിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് ICTക്കകത്തുണ്ട്. ഇനി വെർച്വൽ ലാബുകൾ, ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, ഇതൊക്കെ മോഡേൺ ടീച്ചിങ്ങിന്റെ ഭാഗമാണ്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾ മൂഡിൽ എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു കോഴ്സിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുട്ടി എന്ത് കാര്യം പഠിക്കുന്നു, എപ്പോൾ അസൈൻമെന്റ് കൊടുക്കുന്നു. ഈ മൂഡിലിനകത്ത് തന്നെയാണ് നമ്മുടെ, ഞാനൊക്കെ അത് ഉപയോഗിച്ചിരുന്നത് ഈ കോവിഡിന്റെ സമയത്താണ് ഈ മൂഡിൽ യൂസ് ചെയ്യാനായിട്ട് കോളേജിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ അസൈൻമെന്റ് അതിൽ വരുന്നു, നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ വരുന്നു, നമ്മൾ ആൻസർ എഴുതിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുന്നു, അറ്റൻഡൻസ് അതിനകത്ത് വരുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് ആ ലേണിംഗിന്റെ കംപ്ലീറ്റ് സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ മോഡേൺ എഡ്യൂക്കേഷനകത്ത് സാധ്യമാണ്. ഇനി അതിന്റെ ഒരു മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ, മെറിറ്റ്സിലേക്ക് പറയുമ്പം ഇന്ററാക്ടിവിറ്റിയും കൊളാബറേറ്റീവ് ലേണിംഗും ഒക്കെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് മറ്റേ ഇങ്ങനെ ക്ലാസ്സിൽ മിണ്ടാതെ അനങ്ങാതെ ഇരുന്നെല്ലാം കേട്ടോണ്ടിരിക്കുക എന്നുള്ളതിനേക്കാളും അവരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ അവർക്കത് ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഓഡിയോ വിഷ്വൽ റെക്കോർഡിങ്ങും ഓൺലൈൻ കോണ്ടന്റും ഒക്കെ കിട്ടുമ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടി സബ്ജക്ട് മാറ്ററിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. വെറുതെ കേൾക്കുക മാത്രമല്ല, അവർ കാണുകയും അവർ എക്സ്പീരിയൻസ് ചെയ്യുകയും അവർ ചെയ്ത് പഠിക്കുകയും കൂടി ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ ആ കോൺസെപ്റ്റുകൾ അവർക്ക് മനസ്സിൽ കുറച്ചും കൂടി തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മോഡേൺ ടീച്ചിങ് മെത്തേഡ്സിൽ ടീച്ചറിന് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ സിലബസ് കവർ ചെയ്തു പോകാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഓരോ കാര്യത്തിനെ കുട്ടിക്ക് മൊത്തത്തിൽ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണല്ലോ. ഇനി ലെസ് ഇന്റഗ്രേഷൻ വിത്ത് ടീച്ചേഴ്സ്, അതായത് ടീച്ചറിന്റെ പ്രാധാന്യം അവിടെ കുറഞ്ഞു വരികയാണ്. ഉപയോഗിക്കുന്ന ടൂൾസ് ICT ബേസ്ഡ് സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ലാപ്ടോപ്പ്, ഐപാഡ്, അതുപോലത്തെ നമ്മുടെ ടാബ്ലറ്റ് ഒക്കെ, ഇലക്ട്രോണിക് നോട്ട്ബുക്ക്, റീഡർ, എഡ്യൂക്കേഷണൽ ഗെയിമുകൾ, ഓൺലൈൻ പസിലുകൾ, ക്വിസുകൾ, ഓഡിയോ വിഷ്വൽ ടീച്ചിങ് എയ്ഡുകൾ, ഫ്ലാഷ് എഡ്യൂക്കേഷണൽ ഗെയിംസ്,
CD, DVD, പ്രൊജക്ടർ, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്, ഇലക്ട്രോണിക് ഡിവൈസസ്, സപ്പോർട്ട് ഗെയിംസ്, വെർച്വൽ റിയാലിറ്റി, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഇനി ഇതിനകത്ത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് 10 മണിയായി. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 10:05 ആകുമ്പം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ആണോ? 5 മിനിറ്റ് ബ്രേക്ക് മതിയോ? യെസ്